പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ വിർച്വൽ കസ്റ്റഡിയിലാണ്. കാരണം കോടികൾ കൊള്ളയടിക്കുന്ന ഒരു വൻ സൈബർ തട്ടിപ്പിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. വിർച്വൽ അറസ്റ്റ് തട്ടിപ്പ്. ശ്രദ്ധിച്ച് കാണണം. Hello, Dr. Srikanth. Sir? I am ACP Dhanraj from Mumbai Police Narcotics. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 500 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. ഇല്ല സാർ, എനിക്കങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന വ്യാജേന ഫോൺ വിളിക്കുകയും അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിങ്ങൾ അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നിന്ന് അയച്ചിരിക്കുന്ന പാഴ്സലുമായി ബന്ധപ്പെട്ട് അതിൽ പലതരത്തിലേക്കുള്ള നിരോധിത വസ്തുക്കളുണ്ട് എന്ന രീതിയിൽ ഒരു ത്രെറ്റനിങ് അറ്റ്മോസ്ഫിയർ, ഒരു പാനിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ കോള് പിന്നീട് പലവിധങ്ങളായിട്ടുള്ള ഏജൻസികളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് അതിന്റെ പാരലായിട്ട് നിങ്ങൾക്ക് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇവൻ സ്കൈപ്പ് വീഡിയോ കോളിൽ ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കസ്റ്റംസ് ഒഫീഷ്യലോ പോലെയുള്ള ഒരാൾ വ്യാജേന വന്നിരിക്കുന്നത് പോലും നമുക്ക് അതിൽ കാണാൻ വേണ്ടി കഴിയും. Please show your Aadhaar and PAN card. We want to verify them. ഓക്കെ സർ. ഓക്കെ ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ്. റൂം ഇട്ട് പുറത്തു പോകരുത്, കോൾ കട്ട് ചെയ്യരുത്. ഓക്കെ? പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളിൽ ഫ്രോഡ്സ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വിർച്വൽ കസ്റ്റഡി. മറ്റൊരിടത്തും ഈ ഒരു വാക്കില്ല. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ്. അയാളുടെ അക്കൗണ്ട് ബാലൻസ് റിസർവ് ബാങ്കിന്റെ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഞങ്ങൾ പരിശോധിച്ച് അറിയിക്കാം. റിസർവ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് പരിശോധിക്കുന്നതിന് ഒരു കാരണവശാലും കഴിഞ്ഞാലും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യമില്ല. അക്കൗണ്ട് പരിശോധിക്കുന്നതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അക്കൗണ്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അക്കൗണ്ടിലുള്ള 75%, 80% എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് പല കേസുകളും നമ്മൾ കാണുന്നത്. ആയിട്ടുണ്ട് സർ. വളരെ പെട്ടെന്ന് തന്നെ ഒരു പാനിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ആ ചെറിയ സ്പാൻ ഓഫ് ടൈമിന്റെ ഉള്ളിൽ തന്നെ വലിയൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഈ കേസിൽ നമ്മൾ കാണുന്നത്. വിർച്വൽ കസ്റ്റഡി എന്നത് ഇന്ത്യയിലെ ഒരു നിയമ സംവിധാനത്തിന്റെ കീഴിലുമില്ല. അതുകൊണ്ട് വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന വീഡിയോ കോളുകൾ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ വിർച്വൽ കസ്റ്റഡി അവസാനിച്ചിരിക്കുന്നു. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.